ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു അലമാര. 2023 ഡിസംബർ പരീക്ഷയുടെ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ സെപ്റ്റംബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ സെപ്റ്റംബർ 4-ലും സൈറ്റ് കംപ്ലീറ്റ് അപ്ഡേറ്റ് ആയിട്ടില്ല. പക്ഷേ ഇപ്പോഴും ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കും. ചില പ്രോഗ്രാമുകൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് ചെറിയ ബുദ്ധിമുട്ടുണ്ടായേക്കും. വരുന്ന 1-2 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും. അപ്പോൾ എങ്ങനെയാണ് എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഇഗ്നോയുടെ ഇൻഫർമേഷൻസും അപ്ഡേറ്റും അറിയാൻ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റിൽ ടേം ആൻഡ് എക്സാമിനേഷൻ എന്നുള്ള സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് കാണും. ഈ സംഭവങ്ങളും ഗൈഡ് ലൈൻസും എല്ലാം വായിച്ച് നോക്കുക. നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഒരു തവണയെങ്കിലും 30-ാം തീയതി വരെ ഫൈൻ ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. 30-ാം തീയതി ശേഷം 1 മുതൽ 20 വരെ ഫൈനോട് കൂടിയും 21 മുതൽ 31 കൂടി സൂപ്പർ ഫൈനോട് കൂടിയുമാണ് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്. ഇത്രയും ജസ്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്പർ ഓഫ് അസൈൻമെൻറ്റ്സ് മാൻഡേറ്ററി ആയിട്ട് സബ്മിഷൻ ചെയ്തിരിക്കണം. മിനിമം കോഴ്സ് പീരീഡ് കഴിഞ്ഞിട്ടും ഉണ്ടായിരിക്കണം നമുക്ക് എക്സാം എഴുതാൻ. അതായത് അഡ്മിഷൻ എടുത്തിട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് ഇയർലി പ്രോഗ്രാമിനും 6 മാസത്തിന് ശേഷം സെമ്മിൻ്റെ പ്രോഗ്രാമും എക്സാം എഴുതാൻ സാധിക്കും. അത്രേ ഉള്ളൂ. എല്ലാം വായിച്ച് ഡിക്ലറേഷൻ സൈൻ ചെയ്തതിന് ശേഷം മുന്നോട്ട് പോവുക. ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. രജിസ്റ്റർ നമ്പർ തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. തൊട്ട് താഴെ നിങ്ങളുടെ പ്രോഗ്രാം സെലക്ട് ചെയ്യുക. ഏതാണ് ഇപ്പോൾ MA ഇംഗ്ലീഷാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഏത് എക്സാം റീജിയൻ സെൻറ്ററിൻ്റെ കീഴിലാണ് എക്സാം എഴുതുന്നത്. അതായത് നമുക്ക് ഒത്തിരി റീജിയണൽ സെൻറ്ററുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നിലവിൽ ഇത്രയും റീജിയണൽ സെൻറ്ററുകളുണ്ട്. ഏതിന് കീഴിലാണ്? ഇപ്പോൾ കൊച്ചിയുടെ കീഴിലാണെങ്കിൽ കൊച്ചി, ട്രിവാൻഡ്രം ആണ് ട്രിവാൻഡ്രം, ഡൽഹി ആണ് ഡൽഹി. ഇപ്പോൾ ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ വടകരയാണ് എടുക്കുന്നത്. താഴെ സെക്യൂരിറ്റി കോഡ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അപ്പം എല്ലാം ഓക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബേസിക് ഡീറ്റെയിൽസ് കാണും. നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ, പ്രോഗ്രാം നമ്മൾ എൻറോൾമെൻറ്റ് നമ്പർ, പ്രോഗ്രാം മാത്രമേ കൊടുക്കുകയുള്ളൂ. നെയിം, അഡ്രസ്സ്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കൃത്യമായിട്ട് ഫില്ലപ്പ് ചെയ്യാം. അപ്പോൾ ഏത് എക്സാം സെൻറ്ററാണ് വേണ്ടത്? നിങ്ങൾക്ക് എക്സാം സെൻറ്റർ വടകര റീജിയണൽ സെൻറ്ററിന് കീഴിലുള്ള എത്രയും എക്സാം സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ജില്ലയിലാണ് എക്സാം സെൻറ്റർ എന്ന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അത് വളരെ നല്ല കാര്യമാണ്. സ്റ്റഡി സെൻറ്ററിൻ്റെ നമ്പറും പിന്നെ നമുക്ക് ആ സ്പെസിഫിക് സ്ഥലത്തിൻ്റെ പേരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു പല ആളുകൾക്കും. ഇപ്പോൾ മലപ്പുറത്തൊക്കെ ഒത്തിരിയധികം സെൻറ്റർ ഉണ്ടായിരുന്നു. സത്യമായിട്ട് എവിടെയാണ്, ഏത് ജില്ലയിൽ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇത്തവണ ഗുണം ഉണ്ടായിട്ടുണ്ട്. കുറേയധികം കാര്യങ്ങൾ ഒരു തവണ സെലക്ട് ചെയ്ത എക്സാം സെൻറ്റർ ഒരു കാരണവശാലും നമുക്ക് ചേഞ്ച് ചെയ്ത് കിട്ടത്തില്ല. ഒരു കാരണവശാലും നിങ്ങൾക്ക് ആവശ്യമുള്ള സെൻറ്റർ മാത്രം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് സെൻറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം മാറ്റാം എന്ന് വിചാരിക്കരുത്. അതൊരു കാരണവശാലും നടക്കില്ല. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വളരെ എമർജൻസി കേസുകളുള്ളവർക്ക് മാത്രമേ സെൻറ്റർ ചേഞ്ച് ചെയ്ത് കൊടുക്കത്തുമുള്ളൂ. പക്ഷേ 99% നമുക്ക് കിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന അമൽ കോളേജാണ്. നമുക്കിവിടെ വേണ്ടത് 830-13 വേണ്ടത്. 830-13 നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇമെയിൽ ID കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇവിടെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ആധാർ നമ്പർ കൊടുക്കണമെന്നില്ല. താഴെ നമുക്ക് കൃത്യമായിട്ടുള്ള കോഴ്സ് സെലക്ഷൻ ചെയ്യാം. എത്ര കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ 4 കോഴ്സാണ് MEG ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം കൃത്യമായിട്ട് 4 നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ കറക്ഷൻസ് സാധിക്കുകയുള്ളൂ. മുന്നോട്ട് പോയതിനു ശേഷം കറക്ഷൻസ് പറ്റില്ല. അതുകൊണ്ട് വീണ്ടും റീകൺഫേം ചെയ്യുക. ഇത് നമ്മുടെ ഫൈനൽ പ്രിവ്യൂ ആണ്. ഈ ഫൈനൽ പ്രിവ്യൂ വരുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന എൻറോൾമെൻറ്റ് നമ്പർ, പ്രോഗ്രാം, നമ്മുടെ സെലക്ട് ചെയ്തിരിക്കുന്ന എക്സാം സെൻറ്ററിൻ്റെ കോഡ്, അതിൻ്റെ നെയിം ഉണ്ടാവും, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ബേസിക് ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ എത്ര സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ പ്രോഗ്രാമിൻ്റെ പേപ്പേഴ്സ് എന്നത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഓഫ് സെലക്റ്റഡ് കോഴ്സ് 200 രൂപ പെർ പേപ്പർ വെച്ചിട്ട് 800 രൂപ ഫീസ് വരും. അത് 4 പേപ്പറിനാണ് വരുന്നത്. അപ്പം അത് ഓൺലൈൻ ത്രൂ മാത്രമാണ് അടയ്ക്കുന്നത്. ഏത് പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ്? തൊട്ട് താഴെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സെഷനിൽ നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ നിലവിലില്ല. അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തൊട്ട് പിന്നിലേക്ക് പോയി തുടക്കം തൊട്ട് പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് എഡിറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ ABC ID എന്നുള്ളത് വിട്ടേക്കുക. അത് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. അപ്പോൾ അത് ടിക്ക് ചെയ്യേണ്ടത്, അവിടെ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം വീണ്ടും പറയുന്നു, റീകൺഫേം ചെയ്തതിന് ശേഷം മാത്രം പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് സംബന്ധിച്ചിട്ട് കംപ്ലീറ്റ് ഹെൽപ്പും നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ വാട്സപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ട വാട്സപ്പ് നമ്പർ കണക്ട് ചെയ്താൽ മതി. നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനുള്ള ആളുകൾക്കോ നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കഴിഞ്ഞ വർഷവും നമ്മൾ ഏതാണ്ട് ഒരു 700+ ആപ്ലിക്കേഷൻ ഫോമുകൾ ഫില്ല് ചെയ്താണ്. എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. തറോ ആയിട്ട് എക്സ്പോർട്ട് ടീം നമ്മുടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതിന് നേരെ മുന്നോട്ട് പോവുക. പേയ്മെൻറ്റ് സെലക്ട് ചെയ്തു, ഗേറ്റ്വേ നമ്മൾ പേ നൗ കൊടുത്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ പേ നൗ കൊടുക്കുമ്പോൾ എത്രയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. സക്സസ്ഫുൾ ആയിട്ട് എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിൻ്റെ ഫീസ് പേയ്മെൻറ്റ് ചെയ്തിരിക്കുകയും കിട്ടുന്ന ലാസ്റ്റത്തെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പാണിത്. നിങ്ങളുടെ കൺട്രോൾ നമ്പർ ഉണ്ടാവും. ഈ കൺട്രോൾ നമ്പർ ആയിരിക്കും നമുക്ക് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് കിട്ടുന്ന ആദ്യത്തെ എവിഡൻസ്. അതിന് താഴെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും, പ്രോഗ്രാം, നെയിം, ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് വിത്ത് അഡ്രസ്സ്, പിൻകോഡ് ഉണ്ടാവും. താഴെ സെലക്ട് ചെയ്തിരിക്കുന്ന കോഴ്സുകൾ
അതിന് താഴെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫീസ്. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു അക്നോളജ്മെന്റ് സ്ലിപ്പ് കിട്ടിയതിന് ശേഷവും നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കണ്ടില്ല എന്ന് വരും. പേയ്മെന്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ അപ്ഡേറ്റ് ആവുള്ളൂ. ഇങ്ങനെ നമുക്ക് എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിന്റെ സ്ലിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാമിനേഷൻ ഫോം ഫില്ലിംഗിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ടെൻഷൻസോ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ മറ്റൊരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കുക. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഇതിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സാണ്. ശ്രദ്ധിച്ച് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ് ഫോർ ഡിസംബർ 2023 ടേം ആൻഡ് എക്സാമിനേഷൻ.